ഹായ് എവരി വൺ. 2026 നീറ്റ് എക്സാമിനേഷനേക്കായി വളരെ നേരത്തെ തന്നെ ഒരുങ്ങിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടും ഇപ്പം നിലവിൽ സൈലത്തിൻ്റെ വിവിധ കോഴ്സുകൾ വിവിധ ധീര വീര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളോടുമായിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് അതിൻ്റെ റൈറ്റ് ട്രാക്കിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴേ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശീലിച്ച് മുമ്പോട്ട് പോകണം. ഏറ്റവും പ്രധാനമായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റെഗുലറായിട്ട് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ എത്ര സ്വയം പ്രോബ്ലം സോൾവ് ചെയ്താലും ഒരു എക്സാമിനേഷൻ്റെ ആംബിയൻസിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചതും ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിലുള്ള കോൺസെപ്റ്റും കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ടോ? നിങ്ങളെ മിസ്റ്റേക്ക് എവിടെയാണ്? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ എഴുതുന്നോ അത്രയും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. വിച്ച് മീൻസ് നീറ്റ് എക്സാമിന് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് എക്സാമിനേഷൻ നമുക്ക് എഴുതാനുണ്ട്. പല കുട്ടികളും കാണിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 ചാപ്റ്ററുകൾ ഇൻക്ലൂഡഡ് ആയ ഒരു എക്സാമിനേഷൻ, ആ 4 ചാപ്റ്ററിൽ കൃത്യമായി പഠിക്കാത്തതിൻ്റെ പേരിൽ ആ എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്യും. ഞാൻ അത്ര പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ആ എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്യുന്നു. ആ എക്സാമിൻ്റെ ടൈം ഇപ്പോൾ 3 hours ആണെങ്കിൽ അത്രയും സമയം എനിക്ക് ടോപ്പിക്സ് പഠിച്ചാൽ മതിയല്ലോ, അതല്ലേ കുറെ കൂടെ നല്ലത് എന്ന് ചിന്തിക്കും. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ ധാരണയാണ്, ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം നിങ്ങൾ എത്രയാണോ ആ ചാപ്റ്റർ പഠിച്ചത് അത്രയും നിങ്ങൾ എക്സാമിനേഷൻ പോയി എഴുതണം. കാരണം എക്സാം എഴുതി എക്സാമിനേഷൻ ഒരു റിഫൈൻ പ്രോസസ്സാണ്. ഒരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മളെ സ്റ്റഡീസിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജിക്കൽ ചേഞ്ച് ആണ് വരുത്തേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ധീര ബാച്ചിൽ ഈ വർഷത്തെ എക്സാമിനേഷൻ സീരീസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ചേഞ്ചുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിക്സ് പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാമിനേഷനാണ് ഫോർട്ട്നൈറ്റ്ലി അസസ്മെന്റ് ടെസ്റ്റ് FAT എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് 2 ആഴ്ച കൂടുമ്പോഴാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് ഒരു മാസം 2 FAT ഉണ്ടാവും. ആ FATയിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 ക്വസ്റ്റ്യൻ വീതം, ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 400 മാർക്ക്, 100 മിനിറ്റ് എക്സാമിനേഷൻ. ഇത് എല്ലാ ബുധനാഴ്ചയായിരിക്കും ഈ എക്സാമിനേഷൻ നടക്കുക. എക്സാക്ട് നീറ്റിൻ്റെ ആ ഒരു ടൈം, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തായിരിക്കും എക്സാമിനേഷൻ നടക്കുക. അപ്പം ഒന്നിടവിട്ട ആഴ്ചകളിലായിട്ട് ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. ആ അന്നേ ദിവസം മൊത്തം ഫ്രീ ആയിരിക്കും. ഈ എക്സാമിനേഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേത് ടോപ്പിക് വരുമെന്ന് വെച്ചാൽ അത്ര വരെ എടുത്ത എല്ലാ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിങ്ങനെ വരുമ്പോൾ ഇപ്പം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ഒരു പകുതിയായി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 2 ഡയമെൻഷൻ ആ എക്സാമിനേഷൻ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയ ചാപ്റ്റേഴ്സ് ആണ് 3-4 സബ്ജക്റ്റിലെയും സിലബസ് ആയിട്ട് ഈ എക്സാമിനേഷൻ ഉണ്ടാവുക. FAT കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ടെസ്റ്റ് ആണ്. ഗ്രാൻഡ് ടെസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 40 ഡേയ്സ്, ഒരു 30 to 40 ഡേയ്സ് ഗ്യാപ്പിലാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് മന്ത്ലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 40 ദിവസത്തിൻ്റെ ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. കാരണം കുറച്ചധികം ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാൻഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ക നീറ്റ് മോഡൽ എക്സാമിനേഷൻ. നീറ്റിന് എത്ര ചോദ്യങ്ങളാണോ അത്രയും ചോദ്യങ്ങളാണ്. അതായത് 180 ക്വസ്റ്റ്യൻസ്, 720 മാർക്ക്, 3 hours എക്സാമിനേഷൻ. നീറ്റിൻ്റെ എക്സാക്ട് ടൈം 2 to 5 ആണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അത് ധീര ബാച്ചിന് ഓൺലൈൻ ആയിട്ടാണ് ആ എക്സാമിനേഷൻ ഉണ്ടാവുക. ആ എക്സാമിനേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 FATയിലെ ടോപ്പിക്കുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അതിൻ്റെ സിലബസ് ഉണ്ടാവുക. അപ്പോഴും അതുവരെ എടുത്ത എല്ലാ ടോപ്പിക്സും എന്ന് പറയുമ്പോൾ ഓൺഗോയിങ് ചാപ്റ്റർ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയ ചാപ്റ്റേഴ്സ് വരെയാണ് അതിൽ സിലബസ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് എന്താണെന്നൊക്കെ മനസ്സിലാവും. എന്നാലും നമ്മൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം സൈലത്തിൻ്റെ വൺ ഓഫ് ദ പ്രീമിയം ഫീച്ചറായ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, അത് എല്ലാ മാസവും ഉണ്ടാവും. അത് ഓൾ കേരള എക്സാമിനേഷനാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കുട്ടികളൊക്കെ എഴുതുന്ന എക്സാമിനേഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞ FATയും ഗ്രാൻഡ് ടെസ്റ്റും ഓൺലൈൻ സ്ട്രീമിൽ റിപ്പീറ്റ് ചെയ്യുന്ന ധീര ബാച്ചിന് മാത്രമുള്ള എക്സാമിനേഷനാണ്. പക്ഷേ GIB കേരളത്തിലെ സൈലത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൂടെ കോമ്പറ്റേറ്റ് ചെയ്യുന്ന എക്സാമിനേഷനാണ്. അപ്പോൾ അതൊരു നല്ലൊരു കോമ്പറ്റേറ്റീവ് ഫീൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങളെ സൗകര്യപ്പെട്ട നിങ്ങളെ നാടിൻ്റെ അടുത്തുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് എക്സാമിനേഷൻ എഴുതാം. നമുക്ക് എല്ലാ ജില്ലയിലും സെൻറ്റേഴ്സ് ഉണ്ട്. ഓരോ ഗ്രാൻഡ് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് സാറ്റർഡേ ഓർ സൺഡേ ആ ഒരു ടൈമിലായിട്ട് ഈവനിങ്ങിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും. പാരൻസ് മീറ്റിങ്ങിലായിരിക്കും നമ്മൾ ആ ഗ്രാൻഡ് ടെസ്റ്റിലെ മാർക്ക് അനാലിസിസ് നടത്തുക. അതിലെ ടോപ്പേഴ്സിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യും, അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ പറയും. മാർക്ക് കുറഞ്ഞ കുട്ടികളെ അവർക്ക് മാർക്ക് കുറയാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ അസസ് ചെയ്യും. അതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളെ കൺസേൺസും നിങ്ങൾക്ക് എന്തൊക്കെ
കാര്യങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തരേണ്ടത് എന്നുള്ള കൺസേൺസ് ഒക്കെ കേട്ട് ആ ഒരു മാസത്തെ അക്കാഡമിക് പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് റിഫൈൻഡ് ആയിട്ട് അടുത്ത മാസത്തേക്ക് കടന്നു പോകും. ഈ രൂപത്തിലാണ് നമ്മുടെ എക്സാമിനേഷൻ സീരീസ് പോകുന്നത്. അപ്പോൾ ഇതേ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ റിമാർക്കബിൾ ആയ ഒരു ചേഞ്ച് വളരെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഈ എക്സാമിനേഷനൊക്കെ എഴുതി വരുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് സെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്യരുത്. ആ എക്സാമിനേഷൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സൈലം ഈ എക്സാമിനേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക് എൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദിസ് പാരൻസ് മീറ്റിംഗ്. അപ്പോൾ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം GIB വരുന്ന സമയത്തൊക്കെ നോർമലി യൂട്യൂബിൽ നമ്മൾ അതിൻ്റെ വൺ ഷോട്ട് സീരീസും നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരാറുണ്ട്. ആസ് യൂഷ്വൽ സൈലം യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ അതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റായിട്ടിരിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ ധീര ബാച്ചിൻ്റെ ഫീസ് സ്ട്രക്ചർ കാണാം. അപ്പോൾ ആദ്യത്തെ FAT എക്സാമിനേഷൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ ഗംഭീരമായിട്ട് തുടങ്ങുക. ആദ്യത്തെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. കാരണം ഒരു എക്സാമിനേഷൻ മിസ്സായി പോയാൽ ആ ഒരു എക്സാമിനേഷൻ പിന്നീട് നമുക്ക് എഴുതാൻ പറ്റില്ല. അത് മിസ്സായി പോയാൽ അത് മിസ്സായതാണ്. അടുത്ത എക്സാമിനേഷൻ മുതലാണ് പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിങ്ങൾ മാക്സിമത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ വളരെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. വളരെ നേരത്തെ തന്നെ എക്സാമിനേഷനൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ FAT എക്സാമിനേഷൻ്റെ ടോപ്പിക്സ് എടുക്കുന്നതിന് മുമ്പായി തന്നെ ധീര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സീറ്റുകൾ കൺഫേം ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ക്ലാസ് റൂമിൽ വെച്ച് കാണാം.